ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണേ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ വേവിച്ചെടുക്കാം. ഇച്ചിരി ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മത്തൻ ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പിന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായി ഇളക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മത്തൻ അവിടെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾ, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായി. നമ്മുടെ വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച മത്തനിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കിയ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അതും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് വറവിലേക്ക് അവസാനമായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില പിന്നെ നമുക്ക് അരക്കപ്പ് തേങ്ങയും കൂടെ വേണം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത് വെച്ച തേങ്ങയിലേക്ക് നമ്മുടെ വൻപയറും മത്തനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളെ കാണാം. ബൈ.